രാജമോഹൻ ചേട്ടാ, LDFന്റെ മേഖലാ ജാഥകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ കുമ്പളയിൽ, കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ ക്യാപ്റ്റൻ. മധ്യമേഖലാ ജാഥ നയിക്കുന്നത് 6-ാം തീയതി ആരംഭിക്കും. അത് ജോസ് കെ മാണിയാണ് നയിക്കുന്നത്. ബിനോയ് വിശ്വമാണ് 3-ാം തീയതി തൃശ്ശൂരിലെ ചേലക്കരയിൽ നിന്നും തെക്കൻ ജില്ല ജാഥ നയിക്കുന്നത് ബിനോയ് വിശ്വമാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ചേലക്കര തിരുവനന്തപുരം വരെ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ജോസ് കെ മാണിയുടെ യാത്ര ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ്. എറണാകുളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. കാരണം ഇന്ന് MV ഗോവിന്ദൻ മാഷിന്റെ ജാഥ സമാപിക്കുന്നത് പയ്യന്നൂരിലാണ്. നമുക്കറിയാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് V കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ പുസ്തകം മറ്റന്നാള് പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. നേതൃത്വത്തെ തിരുത്താൻ അണികൾ തയ്യാറാവണം എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം വരാൻ പോവുകയാണ്. അപ്പൊ ഈ ജാഥക്ക് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതുവരെയായിട്ടും CPM, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ പിണറായി വിജയന്റെ ഭാഗത്തുനിന്നോ കുഞ്ഞികൃഷ്ണൻ നടത്തിയ ആരോപണങ്ങൾക്കോ വെളിപ്പെടുത്തലുകൾക്കോ മറുപടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ജാഥയുടെ ഒരു പ്രത്യേകത നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഇതിനെ എങ്ങനെ കാണാം? ഒന്നാമത് CPM ഈവൻ പ്രധാന കക്ഷികൾ നടത്തുന്ന ഒരു വിഷയത്തിലും രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രീയമായിരുന്നെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വേറെ ഒത്തിരി വിഷയങ്ങൾ, രാഷ്ട്രീയ, സാമ്പത്തിക, സ്റ്റേറ്റിൻ്റെ സംസ്ഥാന സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം നമുക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ടുകുത്തികൾ എന്ന് പറഞ്ഞാൽ വോട്ടുകുത്തികൾക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ശബരിമല കൊള്ളയായാലും, മാങ്കൂട്ടത്തിൻ്റെ കേസായാലും, പയ്യന്നൂരിലെ മറ്റ് സംഭവവികാസങ്ങളായാലും ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അല്ല, ഇവർ ഈ ജാഥയിലൂടെ പറയുന്നത് വികസന മുന്നേറ്റ യാത്ര എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. പക്ഷെ അറിയാലോ, കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് സർക്കാർ ഡിഫൻസിലാണ്, പ്രതിരോധത്തിലാണ് പല വിഷയങ്ങൾ. ഒന്ന് സ്വർണ്ണക്കൊള്ളയുണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ V കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ, പിന്നെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സർക്കാരിന്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് LDFന് കനത്ത തിരിച്ചടി ഉണ്ടായി. പല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും നഷ്ടമാവുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പൊ അതിനുശേഷം അവര് പല ഗൃഹസന്ദർശനം നടത്തി, വീടുകൾ കയറി നടത്തി. അത് മാത്രമല്ല, ഈ LDFന്റെ ജാഥ ഉണ്ടല്ലോ, ഈ 3 മേഖലാ ജാഥ, അതായത് ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും MV ഗോവിന്ദൻ മാഷും നയിക്കുന്ന ജാഥകൾക്ക് പുറമെ LDFന്റെ MLA-മാർ അവരവരുടെ മണ്ഡലത്തിൽ പ്രത്യേക ജാഥ, വികസന മുന്നേറ്റ ജാഥ നടത്തുന്നുണ്ട് ഓരോ മണ്ഡലത്തിലും. അപ്പൊ ചോദിക്കും, LDF പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2021 തോറ്റവരോ അല്ലെങ്കിൽ CPMന്റെ ഏരിയ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ഇത്ര മുകളിലുള്ള വ്യക്തികളോ ആയിരിക്കും ജാഥ നയിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. നമുക്ക് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ കാണാം? ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇതൊരു ജാഥ നടത്താൻ വേണ്ടി മാത്രം നടത്തുന്ന ജാഥയാണ്. പ്രചരണ ജാഥ, ഇതിനെ നമ്മൾ വിശദീകരണ ജാഥ എന്നോ പ്രചരണ ജാഥ എന്നോ പറയാം. ഇവർക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത്, എന്താണ് പ്രചരിപ്പിക്കാനുള്ളത്? ഇപ്പോൾ ഈ ജാഥയുടെ കോമ്പിനേഷൻ തന്നെ നോക്കിയാൽ രസകരമാണ്. MV ഗോവിന്ദൻ്റെ ജാഥ കാസർഗോഡ് തുടങ്ങി എവിടെ അവസാനിക്കുന്നത്? പാലക്കാട് തരൂർ അവസാനിക്കും. ജോസ് കെ മാണിയുടെ ജാഥ എറണാകുളത്താണ് അവസാനിക്കുന്നത്. എവിടുന്നാ തുടങ്ങുന്നത്? ഇവിടുന്ന് കട്ടപ്പന തുടങ്ങുന്നത് പത്തനംതിട്ട, ഇടുക്കിയിൽ നിന്ന് തുടങ്ങണേ. ഇടുക്കിയിൽ നിന്ന് തുടങ്ങി എറണാകുളം ജില്ലയിൽ അവസാനിക്കും. ഇദ്ദേഹത്തിൻ്റെ ജാഥ ചേലക്കരയിൽ നിന്ന് തുടങ്ങി, ബിനോയ് വിശ്വത്തിൻ്റെ ജാഥ ചേലക്കര തിരുവനന്തപുരത്ത് അവസാനിക്കും. ഇതിൽ ആ പിക്ചർ വളരെ ക്ലിയറാണ്. ദ മെസ്സേജ് ഇവിടെ പൊളിറ്റിക്സ് എന്തെങ്കിലും ഉള്ളത് പറയാൻ പറ്റുന്നത് CPIക്ക് മാത്രം. രണ്ടാമത്തെ കാര്യം, നിലപാട് എന്തായാലും പറയാനുള്ളത് CPIക്ക് മാത്രം. അവിടെ സംഭവിക്കുന്നത്, ബിനോയ് വിശ്വത്തിൻ്റെ ജാഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ജാഥ ചേലക്കരയിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നത്? തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക് അവസാനിക്കുന്നത്. മറ്റെല്ലാ ജാഥകളും ഗോവിന്ദന്റെ ജാഥ തുടങ്ങിയ മലബാർ തുടങ്ങി മലബാരത്തിന് കാസർഗോഡ് കുമ്പളയിൽ തുടങ്ങി ജോസ് കെ മാണിയുടെ ജാഥ ഇടുക്കി തുടങ്ങി ചാലക്കുടി അല്ലെ തൃശ്ശൂർ അവസാനിക്കുന്നു, തൃശ്ശൂർ ജില്ലയിൽ അവസാനിക്കുന്നു. ഇതെല്ലാം ആ വട്ടത്തിൽ തീരുകയാണ്. മുന്നോട്ടുള്ള പോക്ക് കാണിക്കുന്ന ഏക ജാഥ ബിനോയ് വിശ്വത്തിൻ്റെ ജാഥയാണ്. അത് തലസ്ഥാനം ലക്ഷ്യമാക്കി തന്നെ പോവുകയാണ്. മറ്റൊന്നും തലസ്ഥാനം ലക്ഷ്യമാക്കിയിട്ട് കാര്യമില്ല എന്നവർക്കറിയാം. പിന്നെ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ഇവർക്കുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം.
പുതുതായി എന്ത് കാര്യമാണ് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു? ഇപ്പോൾ കൃത്യമായിട്ട് പറയാം, കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു. ബജറ്റ്, കേന്ദ്ര ബജറ്റ് കാര്യമായിട്ടൊന്നുമില്ല. നാളെ തൊട്ട് പറയാൻ പ്രധാനപ്പെട്ട കാരണമായി ഞങ്ങൾ ചോദിച്ച കാശൊന്നും തന്നില്ല. പല കാര്യങ്ങൾക്കും കാശ് ചോദിച്ചിരുന്നു, ഒന്നിനും അലോക്കേഷൻ ഇല്ല. പൂർണ്ണമായിട്ടും കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലെ മാപ്പിലുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡത്തിലുണ്ടോ എന്നാണ് ആര് സംശയിക്കുന്നത്? കേരളത്തിലെ സർക്കാർ സംശയിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സർക്കാർ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്നാ? നമുക്ക് കാര്യമായ യാതൊരു വകയിരുത്തലുകളും ഇതിലുണ്ടായിട്ടില്ല എന്നാണ്, മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ മറിച്ച് ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ബജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കുന്നതെങ്കിൽ, അപ്പോഴും CPM ആണ് ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്നലെ ആ ബജറ്റ് അവതരിപ്പിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു 5-6 കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രകടനവും പിക്കറ്റിങ് തല്ലി തകർക്കവരെ ഉണ്ടായേനെ. മോഡിയുടെ കോലം കത്തിച്ചേനെ, നിർമ്മലാ സീതാരാമൻ്റെ കോലം കത്തിച്ചേനെ, യാർലേക്കൻ്റെ കോലം ചിലപ്പോൾ കത്തിച്ചേനെ. അത്രയ്ക്ക് മാത്രം വൈബ്രൻ്റായിട്ട് എതിർക്കാൻ CPM രംഗത്ത് വരുമായിരുന്നു. ഇത്രയും ക്രൂരമായ അവഗണന ഉണ്ടായ ഒരു ബഡ്ജറ്റാണ് എന്ന് കണ്ടെത്തിയിട്ടും അല്ലെ മനസ്സിലാക്കിയിട്ടും ഇന്നലെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായോ? പത്രപ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്കുണ്ടായോ? അതിൻ്റെ അർത്ഥം എന്താ? എന്തെല്ലാം അവഗണിച്ചാലും എത്ര എടുത്തിട്ട് ചവിട്ടിയാലും പിണറായി വിജയൻ പ്രതിഷേധത്തിൻ്റെതായ യാതൊരു സ്വരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ആർക്കുറപ്പുണ്ട്? മോഡിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പയ്യന്നൂർ ജാഥ കടന്നു വരുമ്പോൾ അണികൾ ചോദിച്ചാൽ പിണറായി എന്ത് പറയും? അല്ല, അത് മാത്രമല്ല രാജമോഹൻ ചേട്ടാ, നമുക്കറിയാലോ ഈ വി കുഞ്ഞികൃഷ്ണന്റെ ഈ സംഭവം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവാറായി. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കാൻ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകം മറ്റന്നാൾ 4-ാം തീയതി ബുധനാഴ്ച പുറത്തിറങ്ങിയാണ്. ഇപ്പൊ തന്നെ ആ പുസ്തകത്തിലെ ചില പേജുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാലും കൂടുതൽ വിവരങ്ങൾ മറ്റന്നാൾ പുറത്തിറങ്ങും. ഇവര് സത്യത്തിൽ പേടിക്കുന്നുണ്ട്. ഒരു മറ്റൊരു TPയെ പോലെ കുഞ്ഞികൃഷ്ണനെ വകയിരുത്തുമെന്ന് പോലും പല അണികൾക്കും പേടിയുണ്ട്. അല്ല, അങ്ങനെ വകയിരുത്തി ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ അതിന് അവർ മുദ്രാവാക്യം കൊച്ചു പിള്ളേരത്തോട് പഠിപ്പിക്കും. ചോരച്ചാലുകൾ നീന്തി, അപ്പോൾ ചോര കണ്ട അറക്കരുത്, നീ എന്നാ വേണം ചെയ്തോളാന്ന് SDP-ക്കാരെ പട്ടിയെ വെട്ടിക്കൊന്ന് പഠിപ്പിക്കുമായിരുന്നു അവരെ. പട്ടിക്കിട്ട് കാറുകളിലെ സ്കൂട്ടറിൽ വടിവാളുകൾ വെട്ടി പഠിപ്പിക്കും. അതുപോലെ തന്നെ ഇവരും പിള്ളേരെ പഠിപ്പിക്കും. ചോരച്ചാലുകൾ നീന്തി കിടക്കുന്ന ആരുടെ ജോലിയാണ്? ഒരാളെ കൊല്ലാതെ ജോലി ഉണ്ടാകുകയുള്ളൂ. അതോ ആട്ടിൻ്റെ കശാപ്പശാല അല്ല, മനുഷ്യൻ്റെ ചോര ചാല് നീന്തി കിടന്ന് ലക്ഷ്യം നേടണമെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനത്തെ ശത്രുക്കളുണ്ടോ? ചോര വീഴ്ത്തേണ്ട ശത്രുക്കൾ കേരളത്തിലുണ്ടോ? അല്ലെ അങ്ങനെ എതിർത്ത് വീഴ്ത്തിക്കൊണ്ട് ഈ പാർട്ടി ഇപ്പോൾ RSS ഏറ്റവും കൂടുതൽ വളർന്നിട്ടുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും. RSS എത്ര പേര് ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ട്? എത്ര പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും എത്ര CPM-കാരെ CPM ഇല്ലാതായോ? കൊലപാതകം കൊണ്ട് എന്ത് നേടി എന്നുള്ളത് ആദ്യം ജനങ്ങളോട് വിശദീകരിക്കട്ടെ. പിണറായി വിജയൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള സംഘടനയിൽ SDP RSS തമ്മിലുള്ള സംഘടനത്തിൻ്റെ കൂടുതൽ സംഘടന CPM-ഉം RSS-ആയിട്ടുണ്ടായിട്ടുണ്ട്, SDP-യും CPM-ഉമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ വികസന യാത്രയിലെ ഇപ്പൊ കാരണം സർക്കാർ പല വിഷയങ്ങളിലും പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കുള്ള വിഷയത്തിൽ പത്മകുമാറും N വാസുവും ജയിലിലായിട്ട് ഇപ്പം 3 മാസം ആവാറായി, 2.5 മാസം പിന്നിട്ടു. സ്വാഭാവികമായിട്ടും ഇതുവരെയായിട്ടും ഇവർക്കെതിരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. നമുക്കറിയാലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദം പ്രശ്നങ്ങളും അതിജീവിതമായ പരാതി വന്നപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശക്തമായ നിലപാടെടുത്ത 2 പേരാണ് VD സതീശനും സണ്ണി ജോസഫും. പാർട്ടിയിൽ നിന്നും ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ പത്മകുമാറിന്റെയോ വാസുവിന്റെയോ വിഷയത്തിൽ അതുണ്ടായില്ല. സ്വാഭാവികമായിട്ടും ഈ ജാഥ ഇങ്ങനെ നടക്കുമ്പോഴേ അണികളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഇവർ പരിഹാസ്യരാവുകയല്ലേ? നല്ലൊരു മറുവശം ആലോചിക്കുക. ജാഥ ഒന്ന് കൊഴിപ്പിക്കാൻ ജാഥ പത്തനംതിട്ട അല്ലെ ആ ഭാഗത്ത് എടുക്കാറാകുമ്പോഴത്തേക്കും കടകംപള്ളി അങ്ങ് അറസ്റ്റ് ചെയ്താലോ? അതെ, വലിയ പേരായില്ലേ? അതിന് തിരുവനന്തപുരത്ത് കിടക്കും വാസവനെ കൊണ്ട് അറസ്റ്റ് ചെയ്താലോ? അപ്പം ഇത് പ്രചരണായുധമാക്കാൻ വേണ്ടി അറസ്റ്റൊക്കെ നടത്തും. CPM-ന് അനുകൂലമായി പ്രൊപ്പഗാൻഡ നടത്താൻ വേണ്ടി ഈ അറസ്റ്റൊക്കെ നടക്കുകയില്ല എന്ന് വിചാരിക്കരുത്. ഏത് സമയത്ത് നടക്കാം. എപ്പോഴാണോ CPM-ന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതുണ്ടാകും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം മറക്കാനുണ്ടെങ്കിൽ. ഇപ്പോൾ കേന്ദ്ര ബജറ്റ് പക്ഷേ പിണറായി വിജയനെ ഊരാ കുടുക്കിൽപ്പെടുത്തി. അതാണ് ഇപ്പോൾ ഈ ജാഥയുടെ ഗ്ലാമർ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശക്തമായി പ്രതിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അല്ലെങ്കിൽ അത് വലിയ പ്രതിഷേധമാണ്. അങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദുർബലമായൊരു മാർക്സിസ്റ്റ് പാർട്ടി, ദുർബലമായ പദവിന്യാസം എന്ന് പറയുന്നത്, ആ ദുർബലമായ കാൽപാദങ്ങളോടെയാണ് എങ്ങോട്ട് നടക്കുന്നത്. മുട്ടിന് വേദനയുള്ളൊരു കയറ്റം കയറുന്ന കാണത്തില്ലേ? അതുപോലെയാണ് CPM എന്നുള്ള പാർട്ടി ഈ ജാഥ നടത്താൻ പോകുന്നത്. അത് എത്രമാത്രം വിജയിക്കും നമുക്കറിയാൻ പറ്റില്ല. എത്രമാത്രം
എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? എന്താണ് ഈ ജാഥയുടെ ഉദ്ദേശം? ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണോ? ആണോ ഉദ്ദേശം? ഇത്രയും ഈ 9.5 വർഷം ഭരിച്ചിട്ട് ജനങ്ങൾ ഇതുവരെ ബോധവാന്മാരായില്ലേ? പിണറായി വിജയൻ എത്ര നാളായി സെക്രട്ടറി ആയിട്ട് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നു? ആയില്ലേ? കൊടിയേരി മരിച്ചിട്ടും വർഷങ്ങളായി ഇല്ലേ? ഗോവിന്ദ മാഷ് വന്നിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റിയില്ലേ? ഏത് ജനങ്ങളെയാണ് ഇനി ബോധവൽക്കരിക്കാനുള്ള? ഒരു 80 അല്ലെ 60% സാധാരണ ജനങ്ങളും SFI, DYFI, NGO യൂണിയൻ, CIT തുടങ്ങിയ പല സംഘടനകളായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഇവരൊക്കെ എല്ലാ ദിവസവും ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും. പിന്നെ റിപ്പോർട്ടർ, 24, മറ്റേ ചാനലിൻ്റെ പേരെന്താ, കൈരളി, ഇതെല്ലാം ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക പിണറായി വിജയന് വേണ്ടി. ഈ ബോധവൽക്കരണമൊന്നും പോരാതെ എന്താണ് സത്യസന്ധമായി നെഞ്ചിത്തൊട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് നീതി ചെയ്തോ ഇല്ലയോ? ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് നീതി ചെയ്തോ ഇല്ലയോ? PMC പദ്ധതിയിൽ ആരും അറിയാതെ പോയി ഒപ്പിട്ടത് ശരിയോ തെറ്റോ? കേന്ദ്രവുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? മോഡിയായിട്ട് സൗഹൃദത്തിലാണ്, അങ്ങനെയൊക്കെ പറയണം. പണ്ടും BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടുള്ളത് ഓപ്പണായിട്ട് പരസ്യമായിട്ട് പറയണം. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയരുത്, ഞങ്ങൾക്ക് ബന്ധമില്ല, പുറകെ കൂടെ ഒന്ന് കയറുകയും ചെയ്യാം. ആ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പിണറായി കൂട്ടും തയ്യാറായെങ്കിൽ മാത്രമേ ഒരു റിക്കവറിയെക്കുറിച്ച്, ഒരു പുനർജീനിയെക്കുറിച്ച് ഇവർക്ക് ആലോചിക്കാൻ പറ്റും. ഈ ജാഥ, മധ്യമേഖലാ ജാഥ തുടങ്ങുന്ന 6-ാം തീയതിയാണ്. ഈ ജാഥ അവസാനിക്കും മുമ്പ് ഇനി ജോസ് കെ മാണിക്കും കൂട്ടരും മറുകണ്ഠം ചാടാനുള്ള സാധ്യത ഉണ്ടോ? ജോസ് കെ മാണിക്കും കൂട്ടിപ്പോൾ മറുകണ്ഠം ചാടാതിരിക്കുന്നതിൻ്റെ പ്രശ്നം, ഒരു ബാർഗെയിൻ ചെയ്ത് നേട്ടത്തിൻ്റെതായ ഒരു ബാർഗനിങ്ങിൽ കൂടെ ജോസ് കെ മാണിക്ക് ഈ മുന്നണിയിലേക്ക് വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിന്റെ ശക്തമായ സമ്മതം ജോസ് കെ മാണിക്ക് മേലുണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണിക്ക് സ്വന്തമായിട്ട് നേട്ടം കിട്ടി ബാർഗെയിൻ ചെയ്തെടുക്കാൻ ഇപ്പം എനിക്ക് ഇവിടെ ഒന്ന് രാജ്യസഭ വേണം, ലോകസഭ വേണം, അസംബ്ലി വേണം, ഇങ്ങനെ മാറി മത്സരിക്കില്ലായിരുന്നു. അധികാര കൊതികൂത്തി ഇങ്ങനെ ഓരോ കുരങ്ങിലും ഓരോ കമ്പിയിലും ചാടി നടക്കുകയാണ് ജോസ് കെ മാണി. രാജ്യസഭ വേണം, ലോകസഭ വേണം, ജില്ലാ പഞ്ചായത്ത് വേണം, എല്ലാം ചാടി നടക്കുകയാണ് സ്വന്തം ആവശ്യത്തിന്. മത്സരിക്കണം. ഇത് അങ്ങനെ നടക്കുന്ന ആ സ്വഭാവം മാറ്റി കേരള കോൺഗ്രസിൻ്റെ അനൂപ് ജേക്കബ് എത്ര കൊല്ലമായിട്ട് UDF-ലുണ്ട്? വല്ല പ്രശ്നമുണ്ടോ? CP ജോൺ ഉണ്ട്. മോൻസ് UDF-ൻ്റെ കൂടെ ആയിട്ട് എത്ര നാളായി? അല്ല PAS എത്രയായി? ഇവരങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പ്രശ്നങ്ങളാവും. മാണി ഗ്രൂപ്പ്, കാരണം അവർക്ക് അത്യാഗ്രഹം കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പം പഴയ കോൺഗ്രസ് അല്ല, ഇപ്പോഴത്തെ ടീം UDF-ൻ്റെ കീഴിൽ കോൺഗ്രസ് അവരുടെ ശക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ ശക്തി എന്താണെന്ന് എല്ലാ കേരള കോൺഗ്രസ്സുകാരെയും നന്നായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെയും ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ ചിത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാധാരണ കേരള കോൺഗ്രസ്സുകാർ ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ എന്തെങ്കിലും കാര്യമാണ് തമ്മിൽ തല്ലി മാറ്റി നിർത്തിയാലും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് യോജിക്കേണ്ടി വരും. ആ യോജിപ്പിൻ്റെ മേഖലയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ ഈ ജാഥ കൊണ്ട് നടക്കുന്നത് 5-6 ദിവസത്തേക്ക് നാട്ടുകാരെയും പത്രക്കാരെയും കാണാതെ ജാഥ നടക്കട്ടെ, കഴിഞ്ഞിട്ട് പറയാം. അതുപോലെ ഫെബ്രുവരി 6-ാം തീയതിക്ക് ശേഷമാണെന്ന് സതീശന്റെ പുതിയുഗ ജാഥ തുടങ്ങിയാണ് കാസർഗോഡ് നിന്ന്. VD സതീഷാണ് ജാഥ നയിക്കുന്നത്. അപ്പോൾ ഈ ജാഥകളുടെ ബഹളമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യവാരമോ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള 2 മാസം പ്രത്യേകിച്ച് ക്രൂഷ്യലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷന്റെ ട്രെൻഡ് സെറ്റ് ചെയ്യേണ്ട ഒരു മാസങ്ങളാണ് ഇനിയുള്ള മാസങ്ങൾ. അപ്പോൾ ജാഥ ഏത് തരത്തിലാവുമെന്ന് നമുക്ക് ഈ സമയത്ത് വിലയിരുത്താം. ഈ CPM-നെ LDF-നെ ജാഥ കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ്. ഒരേ തരത്തിലുള്ള പ്രശ്നം ബാധിക്കുന്നുണ്ട്, നേതൃത്വ പ്രശ്നം. കോൺഗ്രസിന് നേതൃബാഹുല്യമാണെങ്കിൽ മറ്റവർക്ക് നേതൃക്ഷാമമാണ്. പിണറായി വിജയൻ അല്ലാതെ ഒരാൾ തെരഞ്ഞെടുപ്പ് പ്രസംഗിക്കാൻ കൊണ്ടുപോകാൻ പറ്റും? അതേ ഉള്ളൂ. ഒരു സ്റ്റാർ കമ്പൈനർ എന്ന ഒറ്റയാളേ ഉള്ളൂ, അത് പിണറായി വിജയൻ. ഇപ്പുറത്ത് 10-15 പേരുണ്ട്. ഒരു സ്റ്റേജിലേക്ക് ഇടിച്ച് കയറുന്നത് 15 പേർക്ക് എത്ര സീറ്റ് ഇട്ടാലും തികയില്ല. തരൂർ VD സതീശൻ കോമ്പിനേഷൻ ഡെഡ്ലിയാവും, ഭയങ്കരമാവും. ചെറുപ്പക്കാരൻ മുഴുവൻ ചിലപ്പോൾ അതിൻ്റെ പുറകെ പോയെന്ന് വരും. അടുത്ത ഇലക്ഷനിൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വിമർശിക്കുന്ന തരൂരാണ്. കാരണം തരൂരിന് അതിൻ്റെ ഭാഷയുണ്ട്, അതിൻ്റെ അറിവുണ്ട്. ഉണ്ണിത്താമ്പ ചിലപ്പോൾ നടക്കണമെന്നില്ല. തരൂരിനെ തിരിച്ച് ഇവിടെ കോൺഗ്രസിൽ നിലനിർത്താൻ തീരുമാനിച്ചതിൻ്റെ കാരണം തന്നെ അതാണ്. ഈ പൊട്ടന്മാരെ വെച്ചുകൊണ്ട് എത്ര നാളും മുമ്പോട്ട് പോകുന്നു രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെല്ലാം ഒറ്റ കാര്യത്തിൽ വിളിക്കും, ശക്തിയായിട്ട് രാഹുൽ ഗാന്ധി സിദ്ധാവാന്ന് വിളിക്കും. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ആ മുദ്രാവാക്യം കേട്ട് രാഹുൽ ഗാന്ധി നടന്നാൽ അങ്ങേര് വെള്ളത്തിലാവും. അതാണ് സ്ഥിതി. പക്ഷേ ഇവിടെ CPM-ന് ഒരു പറ്റം ചെറുപ്പക്കാരും നേതാക്കന്മാരും വനിതകളും ഉൾപ്പെടെ രംഗത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനത്തെ വനിതകൾ ആരുമില്ല, അങ്ങനത്തെ ചെറുപ്പക്കാരുമില്ല. സോ കോൺഗ്രസിൻ്റെ കൂടെ അത്തരം ആൾക്കാർ എത്ര വേണേലുണ്ട്. പെൺകുട്ടികളുണ്ട്, വനിതകളുണ്ട്, യുവ പ്രവർത്തകരുണ്ട്. രാഹുൽ മാങ്കൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ 1 താരമായിരുന്നു ഈ ഒരു പ്രശ്നം കേസുണ്ടായില്ലെങ്കിൽ.
കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇളക്കി മറിക്കാൻ അവൻ ഒറ്റയെടുത്താൽ മതിയായിരുന്നു. അങ്ങനത്തെ ലീഡർഷിപ്പ് ഇപ്പോൾ ഷാഫി പറമ്പലിൻ്റെ കൂട്ടോ മറ്റേ റോയി എം ജോണിൻ്റെ കൂട്ടോ ലീഡർഷിപ്പ് എവിടെ ഇല്ല? CPM-ലില്ല. ആ ലീഡർഷിപ്പിൻ്റെ അഭാവം, ടോട്ടലായിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ അഭാവം എത്ര ജാഥ നടത്തിയാലും നടക്കാം. പണ്ട് വലിയ വണ്ടി നടന്നല്ലേ, ബെൻസ് ബസ് അല്ലേ, കക്കൂസും AC-യും ലിഫ്റ്റും ഒക്കെ ഉള്ള നവകേരള സദസ്സ. അതിനാണ് എന്താണോ ബന്ധം? അത് എന്തുണ്ടായ എഫക്റ്റ്? അത് തദ്ദേശ ഇപ്പോഴല്ലേ തിരഞ്ഞെടുപ്പ് വരുന്നത്, വല്ലതും ഉണ്ടായോ, പ്രയോജനം ഉണ്ടായോ? കാരണം പിണറായി വിജയനെ കേൾക്കാൻ ജനത്തിന് താല്പര്യമില്ല. ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു വിഷയവും പിണറായി വിജയനെ സംസാരിക്കാനുമില്ല. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രെഡിക്കമെൻ്റ്. ഈ പ്രെഡിക്കമെൻ്റ് ഉള്ളിടത്തോളം കാലം ജാഥ എത്ര ജാഥ നടത്തിയാലും രക്ഷപ്പെടാൻ പോകും. അപ്പോൾ ജാഥ ഒരു പൊളിയുമെന്നാണ് രാജമോഹൻ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഒഴിഞ്ഞു. എന്തായാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഗവൺമെൻറ് മീറ്റിങ്ങിൽ കസേര മാത്രം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്നതാണ്.